ഗൈസ്, ഇപ്പം നമ്മുടെ സൈനപ്പ് ഫോം അല്ല മ്യൂട്ടേഷനൊക്കെ ഓൾമോസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഫില്ലപ്പ് ചെയ്യാനുണ്ട്. ഐ മീൻ ടു ലൈക്ക് കുറച്ച് ഇഷ്യൂസും കൂടി ഉണ്ട്, അത് കവറപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എറർ ഹാൻഡിങ് ആണ്. സൈനപ്പ് ഒന്നുകൂടി ഫയലിപ്പോൾ ഫെയിൽ ആവുന്ന ടൈമിൽ എറർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കണം. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവൺ സൈനപ്പ് ആയാലും ബേസിക്കലി നമ്മൾ ഈ ഹെഡർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. സോ ഹെഡർ അപ്ഡേറ്റ് ചെയ്യണം, അത് റീഫ്രഷ് ക്വറീസ് വെച്ച് ഹെഡർ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ ലോഗിൻ അല്ലെങ്കിൽ സൈനപ്പ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് പോലത്തെ ഒരു സ്ക്രീനിലേക്ക് കാണിക്കണം. സോ കറൻ്റ്ലി ഇന്നത്തെ സെക്ഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്ന എറർ ഹാൻഡിൽ പ്ലസ് റീഫ്രഷ് ക്വറീസ് കവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സൈനപ്പ് ഫോമിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണം. സോ അതിന് വേണ്ടി കൺസ്ട്രക്ടർ ഓഫ് പ്രോപ്സ്, എന്നിട്ട് ഞാനിവിടെ സൂപ്പർ മെത്തേഡ് കോൾ ചെയ്യാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാണ്, ഇനീഷ്യലൈസ് ചെയ്യാണ്. എറേഴ്സ് MTR നമ്മൾ കൊടുത്തു. എന്തിനാണ് MTR കൊടുത്തത് നമ്മൾ മുമ്പത്തെ സെഷനിൽ പറഞ്ഞിരുന്നു. അത് ഔത്ത് ഫോമിൽ ഫെയിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് MTR നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ റെസ്റ്റേറ്റിന് MTR കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഔത്ത് ഫോമിൽ നമ്മൾ മാപ്പ് ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. അത് വിളിക്കുമ്പോൾ അൺഡിഫൈൻഡ് അല്ലെങ്കിൽ നള്ളൊക്കെ ആണെങ്കിൽ ക്രാഷ് ആകും. സോ അത് സേഫിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ MTR കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെച്ചാൽ എറർ ഹാൻഡിൽ ചെയ്യണമുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഓൺ സബ്മിറ്റ് മ്യൂട്ടേഷനിൽ നമ്മൾ ഇത് അവിടെയാണല്ലോ കോൾ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു എറർ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ ഒരു ക്യാച്ച് മെത്തേഡ് ചെയ്താണ്. ക്യാച്ചിൻ്റെ ഉള്ളിൽ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ മുമ്പ് എഴുതിയ പോലെ തന്നെ കോൺസ്റ്റ് എറേഴ്സ് ഈക്വൽ ടു റെസ്റ്റ് ഡോട്ട് ഗ്രാഫ് QL എന്തായിരുന്നു, റെസ്റ്റ് ഡോട്ട് ഗ്രാഫ് QL എറേഴ്സ് അല്ലേ, എറേഴ്സ് തന്നെയാണ് ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റെസ്റ്റ് ഡോട്ട് ഗ്രാഫ് QL എറേഴ്സ് ഡോട്ട് മാപ്പ്, എന്നിട്ട് ഞാൻ ഇൻഡിവിജ്വൽ എറർ എടുത്തിട്ട് ഡോട്ട് മെസ്സേജ് എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റിൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എറേഴ്സിന് കൊടുക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. നമ്മൾ ലോഗിൻ ഫോമിലാണ് ഗ്രാഫ് QL എറേഴ്സ്, സെയിം തന്നെയാണ് പേര്. ഞാൻ സൈഫർ സൈഡിന് കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് മാത്രം. ഓക്കെ, ഇതിലൂടെ ലൈക്ക് ഗ്രാഫ് QL മ്യൂട്ടേഷൻ ഫെയിൽ ആകുമ്പോൾ ക്യാച്ചിലേക്ക് വരും. സോ ക്യാച്ചിൽ അപ്പോളോ സർവർ റെസ്പോൺസ് ഒബ്ജക്റ്റിൽ ഗ്രാഫ് QL എറേഴ്സിൻ്റെ അറേ നമുക്ക് കിട്ടും. സോ അതിൽ നിന്ന് ഓരോ എറർ മെസ്സേജ് എടുത്ത് അറേ ആയിട്ട് ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് പിന്നെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്തു, കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യാനും UIയിൽ എറർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, സോ ഗ്രാഫ് QL എറേഴ്സിന് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ QLE എന്ന് ക്യാപിറ്റലാക്കണം. ഇത് തെറ്റായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് അൺഡിഫൈൻഡ് ആവും, എറർ വരും. ഓക്കെ, അടുത്ത വെച്ചാൽ ഇത് ഓത്ത് ഫോമിലേക്ക് എറർ പാസ് ചെയ്യുന്നതാണ്. സോ രണ്ടാമത്തെ നമ്മൾ ഓത്ത് ഫോമിൽ ഇപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു MTR മാത്രമാണ് കൊടുക്കുന്നത്. സോ MTRക്ക് പകരം ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് എറേഴ്സ് സേവ് ചെയ്യാം. ഓക്കെ, സോ ഇതോടെ ഓത്ത് ഫോം കമാൻഡിന് ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് എറർ അത് കിട്ടും. അത് മാപ്പ് ചെയ്ത് സ്ക്രീനിൽ ഇവിടെ എറർ മെസ്സേജ് കാണിക്കും. സോ ഓത്ത് ഫോം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഈ പരിപാടിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എറർ കാണിക്കാനുള്ള പരിപാടിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി ടച്ച് ചെയ്യേണ്ട കാര്യമില്ല അത്. സോ ഞാനത് സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് കമ്പൈൽ ചെക്ക് ചെയ്തപ്പോൾ സക്സസ്ഫുള്ളി കമ്പൈലാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റീലോഡ് ചെയ്തിട്ട്. ഓക്കെ, ഇത് ഓൾറെഡി ലോഗിനാണ്. സോ ഞാൻ ലോഗ് ഔട്ട് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒന്നും പാസ് ചെയ്യാണ്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. യു മസ്റ്റ് പ്രൊവൈഡ് ആൻ ഇമെയിൽ ആൻഡ് പാസ്വേഡ് എറർ വരുന്നുണ്ട് ആക്ച്വലി. സോ ഇത് സർവറിൽ നിന്ന് ഗ്രാഫ് QL എറർ മെസ്സേജ് വരുന്നതാണ്. അത് ക്യാച്ചിലേക്ക് പിടിച്ചു. ക്യാച്ച് നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്തു. സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്ത ശേഷം അത് ഓത്ത് ഫോം റീറെൻഡർ ചെയ്തു. അങ്ങനെ UIയിൽ റെഡ് കളറിൽ നമുക്ക് മെസ്സേജ് കാണാനും പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സൈനപ്പ് ലൈക്ക് സക്സസ് ആയാലും ഹെഡർ അപ്ഡേറ്റ് ആകുന്നില്ല ആക്ച്വലി. ഇപ്പം നമുക്ക് ഒരു 3@dlst.com
പാസ്വേഡ് 3 എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ. സോ ഇതവിടെ സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ എഴുതിയത് ഇപ്പോൾ മൂന്നാമത്തെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഹെഡർ അപ്ഡേറ്റ് ആവുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെന്ന് വെച്ചാൽ ഹെഡർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ക്വറി വീണ്ടും റീഫെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സോ അതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെയാണ് ലോഗിൻ ഫോമിൽ ക്വറി എടുക്കുന്നുണ്ട്. സോ ഞാനത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുകയാണ്. കാരണം അത് ഡ്യൂപ്ലിക്കേറ്റ് ടാസ്ക് ആയതുകൊണ്ടാണ് ഞാനത് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ റീഫെച്ച് ക്വറീസ് നമ്മൾ വിളിക്കുന്നുണ്ട്, അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തു. ഓക്കെ, എന്നിട്ട് സൈനപ്പിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചെന്ന് മാത്രം. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണമെന്ന് മാത്രം. കാരണം ഓൾറെഡി നമ്മളിത് ഗോ ത്രൂ ചെയ്താണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സ്പീഡായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ അപ്പോളോ റീഫെച്ച് ക്വറീസ് ലിസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ അതായത് കറണ്ട് യൂസർ ക്വറി വീണ്ടും റൺ ചെയ്യും. അതാണ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡാറ്റ ഹെഡറിൽ ബൗണ്ട് ആയിരിക്കുന്ന കമ്പൗണ്ടിലേക്ക് അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെ ഹെഡർ ഓട്ടോ അപ്ഡേറ്റ് ആവുകയും ചെയ്യും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈനലിൽ കിട്ട് സേവ് ചെയ്ത് ഒന്ന് റീലോഡ് ചെയ്യാം. ലോഗ് ഔട്ട് ബട്ടൺ കാണിക്കും. എന്നിട്ട് നമ്മൾ test.com ഞാൻ ഇവിടെ ഹെഡർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ലോഗൗട്ട് സക്സസ്ഫുള്ളി വർക്ക് ആവുന്നുണ്ട്. ഇനി എന്ന് വെച്ചാൽ ഇപ്പോൾ സൈനപ്പ് ഫോം അല്ലെങ്കിൽ ലോഗിൻ ഫോം രണ്ടും സക്സസ്ഫുള്ളി വർക്ക് ആകുന്നുണ്ട്. പക്ഷേ അത് റീഡയറക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന റീഡയറക്റ്റ് ഉണ്ടാവും. അല്ല, അത് നമുക്ക് പ്ലാൻ ചെയ്ത് വെച്ചാൽ ഡാഷ്ബോർഡിലേക്ക് ഒരു ഡാഷ്ബോർഡ് സ്ക്രീൻ പോലെ വെച്ചിട്ട് ചുമ്മാ അതിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. സോ അത് പെൻഡിങ് ആണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് റീഡയറക്റ്റ് ടു ഡാഷ്ബോർഡ് എന്ന ഒരു ഘട്ടം നോക്കിയിട്ട് നമുക്കത് ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമ്മൾ ബേസിക്കലി എന്താ പ്ലാൻ വെച്ചാൽ റിയാക്ട് റൗട്ടറിൽ API ഉപയോഗിച്ചിട്ട് ഓതൻറ്റിക്കേറ്റഡ് യൂസേഴ്സിനെ പുതിയ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. സോ അതും എന്ന് വെച്ചാൽ നമ്മൾ സൈനപ്പ് അല്ലെങ്കിൽ സൈൻ ഇൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണോ പുതിയ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണം അതുപോലെ. സോ അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്. ബൈ.